നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, പി ദിവ്യക്കെതിരായ വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചെന്ന ഒരു ഉം. ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. ഉം. അതിനെക്കുറിച്ച് ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ ഉം. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത് ഉം. ഏറെക്കുറെ പലരും അനുമാനിച്ചതാണ്. അതുപോലൊക്കെ തന്നെയാണ് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം പി ദിവ്യയുടെ കേസ് എനിക്ക് തോന്നുന്നു ഇപ്പം രണ്ടാമത്തെ തവണയാണ് പുള്ളിക്കാരത്തി വിവാദങ്ങളിൽ ഉൾപ്പെടുന്നത്. ആദ്യത്തെ കേസ് അറിയില്ല, നവീൻ ബാബു എന്ന് പറയുന്ന ഒരാൾക്കെതിരെ നടത്തിയ കേസാണ്. അത് വലിയൊരു ദുരന്തത്തിലാണ് അവസാനിച്ചത്. അതിനുശേഷം ഉണ്ടായ കേസ് അന്വേഷണത്തിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പം പുള്ളിക്കാരത്തി ഒരു ഒരു വിപ്ലവകാരി എന്ന നിലയിലാണ് ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഇപ്പോഴും പുള്ളിക്കാരത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വ്യാജ കേസാണെന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാൻ ഒരിക്കലും അധികാരമില്ല. കാരണം അതിൻ്റെ കേസ് തീർന്നിട്ടില്ല, അതിൻ്റെ വാദങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നൊരവസ്ഥയിലുണ്ട്. എന്നാൽ പോലും പുള്ളിക്കാരത്തേക്ക് അനുകൂലമായിട്ടുള്ള പല റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അന്വേഷണ സംഘം അങ്ങനെയാണ് പോകുന്ന പല ആരോപണങ്ങളും നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുള്ളിക്കാരത്തിക്കെതിരെ ഇപ്പം ഒരു വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പം ഈ കേസ് 6 മാസം മുമ്പാണ് ഈ ഒരു പരാതിക്കാരൻ കൊടുക്കുന്നത്. പരാതിക്കാരൻ്റെ പരാതി എന്താ വെച്ചാൽ ഒരു KSU നേതാവാണ്. അതെ. അപ്പം പരാതിക്കാരൻ പറയുന്നത് 6 മാസം മുമ്പ് കൊടുത്ത കേസിൽ ഇതുവരെ തൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും വിജിലൻസ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു സത്യമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം ഒരു കേസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആൾക്ക് നേരെ കേസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇത് എന്താ പറയുക, സ്വത്ത് സമ്പാദനമാണ്. അപ്പം ഇതിൽ തീർച്ചയായിട്ടും ഒരു അന്വേഷണം വേണം. കാരണം ഭരണപക്ഷിയുടെ ആളാണ്. ഇപ്പം പഞ്ചായത്ത് അതെ, ഒരാരോപണം നിൽക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തേണ്ടത് ഈ പറയുന്ന പോലീസിന്റെയും സർക്കാരിന്റെയും ഈ വിജിലൻസിന്റെയും ഉത്തരവാദിത്തമാണത്. ഇപ്പോൾ പാർട്ടി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ പി ദിവ്യ ആണെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. പുള്ളിക്കാരത്തി അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. പകരം ഇപ്പോഴും എന്ത് വിഷയങ്ങളുണ്ടായി, ഇപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ തന്നെ എന്ത് വിഷയം ഉണ്ടായാലും പുള്ളിക്കാരത്തി ഈ സൈബർ കൂട്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് മാസ് കമന്റുകൾ ഇടുക, കുറച്ച് മാസ് പോസ്റ്റുകൾ ഇടുക, നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരത്തി യാതൊരുവിധ ഇതും കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ കുറച്ച് നാളെ പുള്ളിക്കാരത്തിൽ ഫോളോ ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതാണ് കണ്ടത്. ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരത്തി എന്തായാലും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല, അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുമില്ല. അപ്പം ഇതിനെ ഈ അട്ടിമറി സാഹചര്യം നിലനിൽക്കുമ്പോൾ അവർക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ വ്യക്തമായ സ്വാധീനം ഉണ്ട്. അവർക്ക് പാർട്ടിയിൽ നല്ല വ്യക്തമായ സ്വാധീനമാണ്. അതും പരാതിക്കാരൻ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവരെ ചോദ്യം ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇവർക്ക് പിന്നിൽ അന്വേഷണം ഉണ്ടായാൽ പാർട്ടിയിലെ പല ഉന്നതർക്കും എതിരെയുള്ള തെളിവുകൾ പുറത്തു വരുമെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. കാരണം ഈ പുള്ളിക്കാരത്തെ ഒരു ബിനാമിയാണെന്നാണ് പരാതിയിൽ പറയുന്നത്. കാരണം പല നേതാക്കന്മാരുടെയും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബിനാമിയായിട്ടാണ് പി ദിവ്യ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്, ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി അത് പരാതി നൽകിയത്. ഇപ്പൊ പുള്ളി ആ ഒരു വിഷയത്തിൽ ഇപ്പൊ പ്രതികരണമായിട്ട് രംഗത്ത് വന്നതും അതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. കാരണം 6 മാസം കഴിഞ്ഞിട്ടും ഇതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേനും അതിലൊരു അസ്വാഭാവികതയുണ്ട്. അപ്പം ഏതൊരു കേസിലാണെങ്കിൽ പോലും പരാതി ഉണ്ടാകുമ്പോൾ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസുകളിൽ മൊഴിയെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നടക്കേണ്ടത്. അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കും. പക്ഷേ ഈ 6 മാസം കഴിഞ്ഞിട്ടും ഇത് ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിലൊരു തീർച്ചയായിട്ടും ഒരു അസ്വാഭാവികതയുണ്ട്. ഇപ്പോൾ മുൻപിലത്തെ, അതായത് നവീൻ ബാബുവിൻ്റെ കേസിലാണെങ്കിൽ പോലും ഈ അട്ടിമറി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് പ്രതിപക്ഷം പോലും പലതവണ അത് ആരോപിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിൻ്റെ ഭാര്യയും മഞ്ജുഷയും ഈ പറഞ്ഞ അടുത്ത കാലത്താണ് അവർ പരാതി കൊടുത്തത്. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത കാലത്താണ് അവർ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും പി ദിവ്യനെ സംരക്ഷിക്കാൻ വലിയൊരു സംഘം തന്നെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ സംഭവം കൂടെ കണ്ടപ്പോഴത്തേന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ വലിയ നേതാക്കളുടെ ഒരു ബിനാമി തന്നെ ആയിരിക്കാം ഇവർ. അത് പുറത്തു വരാതിരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ആവശ്യമായിരിക്കും. പാർട്ടി ഇപ്പം ഇവർ ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിലൊരു അട്ടിമറി സാധ്യത നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റില്ല.
അപ്പം അപ്പം നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഇതിലൊരു അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത് CPM-ലെ ഉന്നതന്മാർക്ക് പലർക്കും പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ്, അവരുടെ ബന്ധുക്കൾക്കും പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിനകത്ത് പരാതിക്കാരൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഒരുപാട് നേതാക്കളുടെ ബന്ധുക്കൾക്കും ഈ പേരിലാണ് ഇതുപോലെ എന്താ പറയാ, അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുമ്പോൾ ആരും സ്വന്തം പേരിൽ എന്തായാലും തുടങ്ങില്ല. അവരത് തീർച്ചയായിട്ടും ബിനാമി പേരുകളിൽ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു PP ദിവ്യയും അത്തരത്തിലുള്ള ഒരാളാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അത് ഏതാണ്ട് സത്യമാകാനും സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കേസ് അട്ടിമറിക്കപ്പെട്ടതിന് പിന്നിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതും നവീൻ ബാബുവിന്റെ കേസുമായിട്ടൊക്കെ ബന്ധം കാണും. കാരണം ആ സാഹചര്യം അല്ലല്ലോ. കാരണം അന്നുണ്ടായത് വേറൊരു വിഷയമാണ്. പുള്ളി അത് ആത്മഹത്യ ചെയ്തതാണ്. പക്ഷെ അതിനുണ്ടായ ഒരു സാഹചര്യം മറ്റൊന്നായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പുള്ളിക്കെതിരെ പരസ്യമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അതെ, എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. കാരണം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പം എന്താ പറയുക, ഇപ്പം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് PP ദിവ്യ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് CPM പോലും അത് പ്രതീക്ഷിച്ച് കാണുകയില്ല. ഇങ്ങനൊരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷിച്ച് കാണുകയില്ല. അതുകൊണ്ടാണ് അവർ ജയിലിൽ കിടന്ന സമയത്ത് പോലും അവരെ പോയി സന്ദർശിക്കാൻ ഈ പല പാർട്ടിയിലെ ഉന്നതരും മുന്നിട്ട് വന്നത്. മാത്രമല്ല, ഇവരെ തള്ളിപ്പറയാനും പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ആ നവീൻ ബാബുവിൻ്റെ കേസ് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ അത് ചെയ്തത് തെറ്റായി പോയി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പകരം ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതായത് PP ദിവ്യനെ പിണക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PP ദിവ്യ ഇപ്പോഴും തലയുയർത്തി തന്നെ നിൽക്കുന്നത്. അവരിപ്പോഴും സൈബറിടങ്ങളിലും പൊതുവിടങ്ങളിലും സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവർക്ക് അതിൽ യാതൊരു റിഗ്രറ്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ അടുത്താണ് പാർട്ടിയും അതെ പാർട്ടി നേതാക്കളും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതെ, കാരണം അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ. കാരണം അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം പാർട്ടിക്കുള്ളത് കൊണ്ടാണ് ആരും മിണ്ടാത്തത്. അത് അവർക്ക് അറിയുകയും ചെയ്യും. ഇപ്പം നിലവിലിപ്പം മറ്റ് ചില വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ, ഉദാഹരണത്തിന് നമുക്കൊരു സാധാരണ ഒരു ലഹരി കേസ് എടുത്ത് നോക്കാം. ഇപ്പം ലഹരി കേസിൽ അകപ്പെട്ടിട്ടുള്ള പല നേതാക്കളെയും പ്രവർത്തകരെയും ഈ പാർട്ടി പുറത്താക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു കേസ് ഉണ്ടായിട്ട് എന്തുകൊണ്ടായിരിക്കും PP ദിവ്യനെ മാത്രം? സൈബർ ഇടത്തിലൊക്കെ ആ സമയത്ത് വലിയ ചർച്ചകൾ നടന്നിരുന്നു. PP ദിവ്യക്കെതിരെ പല രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അന്നേരമൊക്കെ ഈ ഒരു രംഗം ശാന്തമാവാൻ വേണ്ടിയിട്ട് CPM കുറച്ച് കാത്തിരുന്ന് പിന്നീട് വളരെ നയപരമായിട്ടുള്ള ഒരു സമീപനം അങ്ങനെയായിരുന്നില്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു വളരെ തന്ത്രപൂർവ്വമാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. മൊത്തത്തിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്കാണ് മനസ്സിലാകുന്നത്. തന്ത്രപൂർവ്വം വളരെ മുന്നോട്ട് നീങ്ങി PP ദിവ്യനെ ഒരിക്കലും പിണക്കാത്ത രീതിയിൽ ഇപ്പോഴും ചില പോസ്റ്റുകളൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ നാണക്കെട്ട് വരും. നാണക്കേട് വരും. ഇവരെന്തോ വലിയ വിപ്ലവകാരികളെ പോലെയാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പൊ ഈ വിജിലൻസ് കേസ്, ഈ ഒരു കേസിന്റെ ഒരു ഭാവി എന്തായിരിക്കും? അത് അങ്ങനെയല്ല, നമുക്ക് സാഹചര്യം വെച്ച് നമുക്ക് ഇവിടെ പറയാന്നല്ലാതെ വേറെ ഒന്നുമില്ല. പ്രതിഷേധം ഉയരുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഇപ്പം പ്രതിപക്ഷം ഇത് ടേക്ക് ഓവർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം അന്വേഷണമൊക്കെ ചിലപ്പം മുന്നോട്ട് പോയേക്കാം. അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്ക് കേസ് പോയാലും ഒരു പക്ഷേ തെളിഞ്ഞു വന്നേക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതല്ല, ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ തന്നെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കും. ചർച്ചകളൊക്കെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ഈ 6 മാസം അവര് കേസ് കൊടുക്കുന്നത്. 6 മാസം ഒന്നും ചെയ്യാത്തവർ ഇനി എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ ഇതാണ്. നമുക്ക് പറഞ്ഞ പോലെ പ്രതിഷേധിക്കാം, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇരുന്ന് സംസാരിക്കാം എന്നല്ലാതെ ഇപ്പം വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് CPM ഇതും നയപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ്. കാരണം അതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. കാരണം ഇലക്ഷൻ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞ ഈ കത്തുപോകാതെ അവരുടെ മുന്നിലുണ്ട്. ഇലക്ഷൻ വരുന്നുണ്ട്, അത് കോൺഗ്രസ് തന്ത്രപരമായിട്ട് കോൺഗ്രസ് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഉത്തരം പറയേണ്ട ബാധ്യത ഇവർക്കില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് നിലവിൽ എനിക്ക് തോന്നുന്നത് അതൊരു വലിയൊരു
വലിയൊരു വാർത്തയിലോട്ട് അത് മാറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നിലവിലിപ്പം CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കത്തവിവാദം അവരുടെ മുന്നിലുണ്ട്. അതിൽ മാത്രം കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെ വലിയൊരു കുറ്റമാണല്ലോ. എനിക്കൊന്ന് ഇതിനേക്കാളും വലിയൊരു കുറ്റം തന്നെയാണ്. അപ്പം അതിൽ ഇപ്പം കോൺഗ്രസ് തൂങ്ങി നിൽക്കുകയാണ്. അതിനുശേഷം ഒരു പക്ഷേ ഇതെന്തെങ്കിലും പൊങ്ങി വന്നാൽ ചിലപ്പോൾ CPM-ന് മേൽ സമ്മർദ്ദം ഉണ്ടായേക്കാം. ഈ പറഞ്ഞ പോലെ വിജിലൻസിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടായേക്കാം, സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടായേക്കാം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പം അടുത്ത ഏജൻസികൾക്ക് കേസുകൾ വിടാനുള്ള സാധ്യതയുണ്ട്. അതും പാർട്ടിയെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ച് ലാഭകരമാണ്. കാരണം വെച്ചാൽ അടുത്ത ഒരു ഏജൻസിക്ക് കേസ് പോകുമ്പം വീണ്ടും അന്വേഷണം തുടങ്ങണം. അപ്പം അങ്ങനെ കുറച്ച് സമയം നീട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ ഒരു ഇലക്ഷൻ കഴിയുന്നിടം വരെ ചിലപ്പോൾ നീട്ടിക്കൊണ്ടു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ചിലപ്പം ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ ആ കേസിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാനുള്ളൂ.